എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഷെഫ് ജോജിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷമാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ നാട്ടിൽ കുറച്ച് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എന്നാൽ അതൊക്കെ പരാജയത്തിലേക്ക് വന്നപ്പോൾ പിന്നെ വിദേശത്തേക്ക് കടന്നുപോയി. എന്നാൽ അടുത്ത് കുറച്ച് ശാരീരിക ബുദ്ധിമുട്ടും അതുപോലെ വീട്ടിൽ കുറച്ച് പ്രയാസങ്ങളൊക്കെ ഉണ്ടായപ്പോൾ തിരിച്ച് നാട്ടിലേക്ക് തന്നെ മടങ്ങിയെത്തി. അപ്പം നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരപ്രദമായ ചില വീഡിയോസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു, കുക്കിങ്ങുമായി ബന്ധപ്പെട്ട് തന്നെ. അപ്പോൾ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സാമ്പാർ പൊടിയാണ്. നമ്മളെല്ലാവരും സാമ്പാർ പൊടി പാക്കറ്റ് കടകളിൽ നിന്ന് വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്. അതെല്ലാം ഒരു 6 മാസം മുതൽ 9 മാസം വരെ ഡേറ്റുകളുള്ള സാമ്പാർ പൊടികളാണ്. അപ്പം തന്നെ മനസ്സിലാകുമല്ലോ, അത് കേടാകാതിരിക്കാൻ പല കാര്യങ്ങളും അതിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് എങ്ങനെ സാമ്പാർ പൊടി നമുക്കുണ്ടാക്കാം എന്നുള്ളതാണ് ഇന്ന് ഈ വീഡിയോയിൽ. വളരെ സിമ്പിളായിട്ട് വെറും 9 ഐറ്റങ്ങൾ, നമുക്ക് സാധാരണ നമ്മുടെ വീടുകളിലൊക്കെ ഉള്ള നമ്മളെപ്പോഴും ഉപയോഗിക്കുന്ന സാധനങ്ങളിൽ തന്നെ 9 ഐറ്റങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പ്രത്യേകിച്ചും മധ്യ തിരുവിതാംകൂറുകാരുടെ ടേസ്റ്റിനോട് ചേർന്നുള്ള ആ ഒരു സാമ്പാർ പൊടിയുടെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോ. സാമ്പാർ പൊടിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നമുക്കെടുക്കാം. ഉഴുന്ന് പരിപ്പ് 50 ഗ്രാം, കടലപ്പരിപ്പ് 50 ഗ്രാം, ചെറുപയർ പരിപ്പ് 50 ഗ്രാം, ജീരകം 1 ടീസ്പൂൺ, ഉലുവ 25 ഗ്രാം, കായം 50 ഗ്രാം, മല്ലി 250 ഗ്രാം, ഉണക്കമുളക് 125 ഗ്രാം, കറിവേപ്പില 10 തണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അത് ചൂടാകുമ്പോൾ അതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. കാരണം ഈ കായം ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടിയാണ്. അപ്പം കായം ഒന്ന് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുകയാണെങ്കിൽ നന്നായിട്ട് അത് വറുത്തെടുക്കുവാനായിട്ട് സാധിക്കും ഇതുപോലെ. അപ്പം ഈ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത് ഈ കായത്തിന് വേണ്ടി മാത്രമാണ്. പിന്നെ നമ്മൾ വെളിച്ചെണ്ണയെല്ലാം മാറ്റിയിട്ടാണ് ബാക്കിയുള്ള സാധനങ്ങൾ വറുക്കുക. അപ്പോൾ ഈ കായത്തിന് വേണ്ടി മാത്രമേ നമ്മൾ എണ്ണ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പം ഈ എണ്ണയിൽ കായം ഇതുപോലെ 2 വശവും നന്നായിട്ട് ഫ്രൈ ആക്കി എടുത്തതിന് ശേഷം ഇത് ഈ പാനിൽ നിന്നും മാറ്റിവെക്കാം. പാൻ വൃത്തിയാക്കിയതിന് ശേഷം വീണ്ടും അത് അടുപ്പത്ത് വെച്ച് ചൂടാക്കാം. അതിലേക്ക് ഉഴുന്നുപരിപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അത് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് ചെറു ചൂടിൽ മാത്രമേ ഇത് വെക്കാൻ പാടുള്ളൂ. കൂടുതൽ ചൂട് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇനി അതിലേക്ക് കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. അതും ചെറുതായിട്ടൊന്ന് ഇളക്കി ഒന്ന് ചൂടാക്കുമ്പോഴത്തേക്കിന് അടുത്ത ചേരുവയായിട്ടുള്ള ചെറുപയർ പരിപ്പ് അതുകൂടി ചേർത്ത് ഇത് ഒരുമിച്ച് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉലുവയും ജീരകവും ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്കിന് ഇനി അടുത്ത ചേരുവകളൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉണക്കമുളക്, അതുപോലെ മല്ലി, പിന്നെ കറിവേപ്പില, ഇത്രയും സാധനം കൂടി ചേർത്ത് ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ വെളിച്ചെണ്ണ എടുത്തത് കായം വറുത്തെടുക്കാൻ വേണ്ടി മാത്രമായിരുന്നു. ബാക്കി ഇതെല്ലാം നമ്മൾ എണ്ണ ഇല്ലാതെ തന്നെയാണ് വറുക്കുന്നത്. ഇത് എണ്ണ ഉപയോഗിച്ചും വറുക്കാൻ പറ്റും. അപ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എണ്ണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് അധികം കാലം ഇരിക്കില്ല. ഇത് കൂടുതൽ കാലം ഇരിക്കാൻ വേണ്ടിയാണ് നമ്മൾ എണ്ണ ഉപയോഗിക്കാതെ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇത് നമുക്കൊരു 45 ദിവസം കേടുകൂടാതെ ഇരിക്കും. എന്നാൽ എണ്ണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ഒരാഴ്ച അല്ലെങ്കിൽ ഒരു 15 ഡേയ്സ്, അതിൽ കൂടുതൽ അത് ഇരിക്കത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ എണ്ണ ഉപയോഗിക്കാതെ ഇങ്ങനെ എടുത്തിരിക്കുന്നത്. അതുപോലെ ചില സ്ഥലങ്ങളിലൊക്കെ സാമ്പാർ പൊടിയിൽ തേങ്ങയും കൂടി ചേർത്ത് വറുത്തെടുക്കാറുണ്ട്. എന്നാൽ സാധാരണ മധ്യ തിരുവിതാംകൂർ സ്റ്റൈൽ എന്ന് പറയുമ്പോൾ അതിൽ തേങ്ങ ചേർക്കാറില്ല. ആ ഒരു രീതിയാണ് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഇത് നല്ല പരുവായി വന്നിട്ടുണ്ട്. അതെങ്ങനെ മനസ്സിലാക്കാമെന്ന് വെച്ചാൽ ഒരു കറിവേപ്പില എടുത്ത് ഇതുപോലെ ഒന്ന് ഒഴിച്ചു നോക്കുമ്പോൾ അത് നന്നായിട്ട് പൊടിഞ്ഞിങ്ങി പോരും. അപ്പം ഇത് സാമ്പാർ പൊടിക്ക് ആവശ്യത്തിനുള്ള പരുവായി എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന കായം കൂടി ചേർത്ത് ഒരുമിച്ച് മിക്സ് ചെയ്യാം. അതുപോലെ ഈ സമയത്ത് തന്നെ ഈ സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്യാം. ഇത് നന്നായിട്ട് ചൂട് നിൽക്കുന്ന പാത്രമാണ്, അതുകൊണ്ട് വേഗം തന്നെ സ്റ്റൗ ഓഫ് ചെയ്യുകയാണ്. അങ്ങനെയുള്ള പാത്രം ഉപയോഗിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ സ്റ്റൗ ഓഫ് ചെയ്ത് കുറേ നേരം കൂടി ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊരു പേപ്പറിലേക്ക് നിരത്തിയിട്ടിട്ട് അത് തണുക്കാനായിട്ട് വെക്കാം. അതുപോലെ ഈ ചേരുവകളെല്ലാം നന്നായി തണുത്തതിന് ശേഷം മിക്സിയിൽ നമുക്കിത് പൊടിച്ചെടുക്കാം.
പൊടിക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കണം, കായം ഇതിൻ്റെ കൂടെ ഒരുമിച്ച് നന്നായി പൊടിഞ്ഞ് കിട്ടില്ല. അതുകൊണ്ട് ചെറിയ ജാറിൽ, മിക്സിയുടെ ചെറിയ ജാറിൽ ഈ കായം ചെറുതായിട്ട് ചെറിയ ചെറിയ പീസുകളാക്കി അതിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ കൂടെ വലിയ ജാറിലിട്ട് ഒരുമിച്ച് മിക്സ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഒരു ഗ്ലാസ് ഭരണിയിൽ തന്നെ ഇത് സൂക്ഷിച്ചു വെക്കുവാനായും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ വളരെ സിമ്പിളായിട്ട് വെറും 9 ചേരുവകൾ കൊണ്ട് സാമ്പാർ പൊടി തയ്യാറാക്കിയിരിക്കുകയാണ്. ഇത് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് എല്ലാവർക്കും വീടുകളിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നവരെ ബൈ ബൈ.